നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2 ടേം വ്യവസ്ഥ മാറ്റാൻ സിപിഐഎം. 2 ടേം കഴിഞ്ഞ പിണറായി വിജയൻ മത്സരിക്കുമോ എന്ന് പൊളിറ്റ് ബ്യൂറോ ആണ് തീരുമാനിക്കുക. മന്ത്രിമാരായ വീണ ജോർജിനും സജി ചെറിയാനും OR കേളുവിനും ഇളവ് ലഭിച്ചേക്കും. സ്പീക്കർ എൻ ഷംസീറിനും മത്സരിക്കാനാകും. ഇളവ് വരുന്നതോടെ കെ ശൈലജയ്ക്കും വീണ്ടും ജനവിധി തേടാം. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ തന്നെ മത്സരിച്ചേക്കും. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും B ജോയ്, VK പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ, IB സതീഷ്, CK ഹരീന്ദ്രൻ, K ആൻസലൻ, DK മുരളി ഉൾപ്പെടെ 7 MLA-മാർക്ക് അവസരം ലഭിക്കും. കൊല്ലത്തു നിന്നുള്ള മുകേഷും M നൌഷാദും 2 ടേം പിന്നിട്ടവരാണ്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, നേരത്തെ ഇനി സാധ്യതയില്ല എന്ന് കരുതിയവർക്ക് പോലും അവരുടെ പേരുകൾ പോലും വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള വിവരം എന്താണിപ്പോൾ അറിയാനാകുന്നത്? 2 ടേം വ്യവസ്ഥ എടുത്തു കളയുകയാണോ പാർട്ടി? സ്മൃതി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം വ്യവസ്ഥ കർശനമാക്കുകയും തോമസ് ഐസക്കിനെ പോലുള്ളവർ മത്സരരംഗത്ത് മാറി നിൽക്കുകയും പുതുമുഖങ്ങൾ വരികയും ചെയ്തതാണ്. പക്ഷേ ഇത്തവണ ആ 2 ടേം വ്യവസ്ഥ നിർബന്ധമാക്കേണ്ടതില്ല എന്ന ധാരണ CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന യോഗങ്ങളിൽ ഒരു തീരുമാനമായി തന്നെ പുറത്തേക്ക് വരികയും ചെയ്യും. CPIM-ന്റെ 24 MLA-മാരാണ് 2 ടേം പൂർത്തിയാക്കിയത്. അതായത് അടുത്ത തവണ 2 ടേം മാനദണ്ഡം കർശനമാക്കുകയാണെങ്കിൽ മത്സരിക്കാൻ കഴിയാതെ വരുന്നത് 24 പേർക്കാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം പ്രത്യേകമായി മാറ്റി നിർത്താം. അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു. മന്ത്രിസഭയിൽ നിന്ന് 3 പേരുണ്ട് 2 ടേം കഴിഞ്ഞത്. അത് സജി ചെറിയാനും വീണ ജോർജും OR കേളുമാണ്. ഈ 3 പേർക്കും അങ്ങനെയാണെങ്കിൽ 2 ടേം വ്യവസ്ഥ എന്നതിന്റെ കാരണം കൊണ്ട് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരില്ല. സ്പീക്കർ എൻ ഷംസീർ, LDF കൺവീനർ പേരാമ്പ്രയിൽ നിന്ന് മത്സരിക്കുന്ന TP രാമചന്ദ്രൻ, TP അടക്കമുള്ള ആളുകൾ, KK ശൈലജ മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കുന്ന ആളുകൾ അടക്കമുള്ളവർക്ക് 2 ടേം വ്യവസ്ഥ ഒഴിവാക്കുകയാണെങ്കിൽ വീണ്ടും മത്സരരംഗത്തേക്ക് വരാം. പക്ഷേ ചില ആളുകൾക്ക് മറ്റു കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വരും. ഇപ്പോൾ 2 ടേം കഴിയുന്ന കായംകുളത്തെ U പ്രതിഭയ്ക്ക് ഇനി സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയില്ല. ഉടുമ്പൻചോലയിൽ MM മണി ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഒപ്പം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി ഇത്തവണ വിജയിച്ച രാജഗോപാലിന് വീണ്ടും മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതയില്ല. നെന്മാറയിൽ K ബാബു ഒരുപക്ഷെ മാറി നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. KT പ്രസന്നൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമോ എന്നുള്ളതാണ്. പിണറായി 3O എന്ന ഒരു വാചകം അതിനി പ്രയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ പൊളിറ്റ് ബ്യൂറോ ആണ് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അറിയാനാകുന്നത്. അതിന്മേൽ ഒരു സംശയം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ KK ശൈലജയുടെ പേര് കൂടി മത്സരിക്കാൻ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വനിത വരുമോ എന്നുള്ള സംശയങ്ങളും അവിടെ നിൽക്കുകയാണ്. റഹീസ്, അതാണ് സ്മൃതി ഏറ്റവും പ്രധാനമായും LDF-ൽ നിന്ന് അറിയേണ്ട കാര്യം. CPIM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ ധർമ്മടത്ത് പിണറായി വിജയന്റെ പേരുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. പാർട്ടിക്ക് അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകമായ തീരുമാനങ്ങളൊന്നും എടുക്കാനില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഇനിയും അടുത്ത ഒരു തവണ കൂടി മത്സരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയോടുകൂടി വീണ്ടും ഇളവ് നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കാനാണ് സാധ്യത. പക്ഷേ ആ തീരുമാനം അദ്ദേഹമാണ് എടുക്കേണ്ടത്. പാർട്ടി തലത്തിൽ ചർച്ചകൾ ഉണ്ടാകാം. മുഖ്യമന്ത്രി മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. അദ്ദേഹം മത്സരിക്കേണ്ടതില്ല എന്ന തരത്തിൽ ചർച്ചകൾ CPIM-നകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹം തന്നെയായിരിക്കും തീരുമാനിക്കുക. മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു തടസ്സവുമില്ലാതെ 3.0 എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പ്രചരണ രംഗത്തേക്കും മറ്റും കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും പ്രചരണം നയിക്കുക മുഖ്യമന്ത്രിയായിരിക്കും എന്ന കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അത് മത്സരിച്ചാണോ മത്സരിക്കാതെയാണോ മുഖ്യമന്ത്രി LDF-നെ നയിക്കുക എന്നതിൽ മാത്രമാണ് സംശയം നിലനിൽക്കുന്നത്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. CPM 2 ടേം വ്യവസ്ഥ അതിൽ ഇളവ് വരുത്തുന്നു. ചില പേരുകൾ, ആ പേരുകളിൽ KK ശൈലജയുണ്ട് എന്നുള്ളത് പ്രത്യേകം കൗതുകരമായ ഒരു കാര്യമാണ്. എന്ത് തീരുമാനത്തിലേക്ക് പോകും? പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമോ അതോ മാറി നിൽക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട്.